അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം ചർച്ച ചെയ്ത വിഷയങ്ങൾ സ്വർഗം ആഗ്രഹിക്കുന്ന, സ്വർഗം എന്നിലേക്ക് എത്തണമെന്ന് പറയുന്ന 4 വിഭാഗത്തിനെ പറ്റിയാണ് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ 3 കൂട്ടർ ആരെല്ലാമെന്ന് ചെറിയൊരു നിലയ്ക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം പ്രതിപാദിച്ചു. 4ാമത്തെ ആളുകൾ ആരാണ്? വസ്സാഇമീന ഫീ ശഹ്രി റമളാൻ, റമളാനിൽ നോമ്പ് പിടിക്കുന്നവരാണ്. റമളാൻ മാസത്തിൽ നോമ്പ് പിടിക്കുന്നവരെ സ്വർഗമിങ്ങനെ ആശിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നിലേക്ക് അവരെത്തണം, ഞാനാകുന്ന സ്വർഗത്തിൽ പ്രവേശിക്കേണ്ടത് ഇവിടെ നോമ്പ് പിടിച്ചവരാണ്. അള്ളാഹുവിന് വേണ്ടി അവൻ്റെ കൂലി ആഗ്രഹിച്ചുകൊണ്ട് നോമ്പ് പിടിച്ചവർ, അവരിങ്ങനെ സ്വർഗം ആഗ്രഹിക്കും. അതുകൊണ്ട് തന്നെയല്ലേ നാം പഠിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരു കൂട്ടർ നാളെ മഹ്ശറ ലോകത്ത് വരും. അവർ ഹിസാബില്ലാതെ, സിറാത്ത് കാണാതെ മഹ്ശറയിൽ അവർ കാണേണ്ട സാധാരണ സ്വർഗത്തിലെത്താൻ വേണ്ടി എവിടെല്ലാം എന്തെല്ലാം തരണം ചെയ്യേണ്ടി വരുന്നുവോ അതൊന്നും ഇല്ലാതെ സ്വർഗത്തിലേക്ക് പാറിക്കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരു കൂട്ടരുണ്ട്. മലക്കുകൾ ചോദിക്കുകയാണ്, നിങ്ങൾ ആര്? അപ്പോൾ അവർ പറയുന്നത്, ഞങ്ങൾ വളരെ രഹസ്യമായിക്കൊണ്ട് തന്നെ, ഞങ്ങൾക്ക് ഹിസാബ് കാണാതെ സിറാത്ത് പാലത്തിലൂടെ അല്ലാതെ ഞങ്ങൾ അല്ലാഹു തആല പ്രത്യേകമായ കഴിവ് തന്നുകൊണ്ട് ഈ സ്വർഗത്തിലേക്ക് ഞങ്ങൾ പാറി വന്നവരാണ്. എന്താണ് അതിൻ്റെ കാരണം പറയുന്നത്? അവർ പറയുന്നത്, ഞങ്ങൾ അള്ളാഹുവിന് ദുനിയാവിൽ വെച്ച് വളരെ രഹസ്യമായി ഒരു ഇബാദത്ത് ചെയ്തു, അഥവാ നോമ്പ്. അതുകൊണ്ട് തന്നെ ആരും അറിയാതെ തന്നെ സാധാരണ ആളുകൾ നേരിടേണ്ട പല വിഷയങ്ങളും, സാധാരണ ജനങ്ങൾ കാണേണ്ട സിറാത്തും ഹിസാബും, സാധാരണ ജനങ്ങൾ അഭിമുഖീകരിക്കേണ്ട പലതും ഒന്നുമില്ലാതെ തന്നെ ഞങ്ങളിങ്ങനെ സ്വർഗത്തിലെത്താൻ കാരണം, ഞങ്ങൾ ദുനിയാവിൽ രഹസ്യമായി അള്ളാഹുവിനിക്ക് ഇബാദത്ത് ചെയ്തപ്പോൾ ഞങ്ങൾ അല്ലാഹു തആല ആഖിറത്തിൽ ആരും അറിയാതെ സ്വർഗത്തിൽ കടത്തിയതാണ് എന്ന്. അതാണ് വളരെ രഹസ്യമായ ഇബാദത്ത്. ആ ഇബാദത്ത് എടുക്കുന്നവർ, അഥവാ നോമ്പ് പിടിക്കുന്നവർ, അള്ളാഹുവിൻ്റെ കൂലി ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് എത്തണമെന്നുള്ള ആ വലിയൊരു ആഗ്രഹത്തോടെ, അള്ളാഹുവാകുന്ന ആ പരിശുദ്ധമായ ദാത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടണം, അതിന് വേണ്ടി ഞാൻ നോമ്പ് പിടിക്കുന്നു എന്ന ആ നല്ല നിയ്യത്തോടുകൂടി റമളാനിൻ്റെ ആദ്യം മുതൽ അവസാനത്തെ ദിവസം വരെ എല്ലാ ദിവസവും പകൽ മുഴുവനും ഞാൻ നോമ്പുകാരനായിരിക്കും. എനിക്ക് നോമ്പ് പിടിക്കണം. നല്ല ചൂടുണ്ടാകും. ഇന്നങ്ങനെയല്ലേ, ചില സ്ഥലങ്ങളിലൊക്കെ നല്ല ചൂടുണ്ട്. എത്ര വലിയ ചൂടുണ്ടായാലും അള്ളാഹുവിന് വേണ്ടി ഈ ഒരു മാസം നോമ്പ് പിടിക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന നല്ലൊരു ഉത്തമ ബോധത്തോടുകൂടി റമളാനിൽ നോമ്പ് പിടിക്കേണ്ടവരാണ്, പിടിക്കുന്നവരായിരിക്കണം നാം ഓരോരുത്തരും. ചില ആളുകൾ നോമ്പ് പിടിക്കൂല, നോമ്പ് പിടിക്കാൻ വല്ലാത്ത മടിയാണ്. ചിലപ്പോൾ നിസ്കരിക്കും, തറാവീഹ് നിസ്കരിക്കും, അങ്ങനെയുള്ള ചില ആൾ എല്ലാ വിഷയത്തിനും മുന്നിലാണ്. കണ്ടാൽ നോമ്പുള്ളവരെ പോലെ തന്നെയായിരിക്കും അവരുടെ ജീവിതം. പക്ഷെ നോമ്പ് പിടിക്കുന്ന വിഷയത്തിൽ അവരെ കൊണ്ട് കഴിയുന്നില്ല. അതൊരിക്കലും ഉണ്ടായിക്കൂടാ. നോമ്പ് എന്ന് പറയുന്നത് ഒരു സാധാരണ ഇബാദത്തല്ല. അത് നാം നഷ്ടപ്പെട്ടു പോകരുത്. അത് നമുക്ക് ഉണ്ടാകുന്ന ഒരു തൗഫീഖിൻ്റെ കുറവാണ് എന്ന് മനസ്സിലാക്കി ആ ഒരു തെറ്റ് തിരുത്താൻ വേണ്ടി ഓരോരുത്തരും തയ്യാറാവണം. എല്ലാ ദിവസവും അള്ളാഹുവിന് വേണ്ടി നോമ്പ് പിടിക്കുക തന്നെ ചെയ്യണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നമുക്ക് വലിയ ഭാഗ്യം നൽകുമാറാവട്ടെ. ആഖിറത്തിൽ കിട്ടുന്ന കൂലി അതൊന്ന് വേറെയാണ്. എന്നാൽ ദുനിയാവിൽ തന്നെ ധാരാളം നന്മകൾ നോമ്പ് പിടിച്ചവനിക്കുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ ആരോഗ്യ സംരക്ഷണം. നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു വിഷയമാണ്
എന്ത് ഭക്ഷണം കുറയ്ക്കുക എന്നുള്ളത്. അതിനുള്ള വളരെ പ്രധാനപ്പെട്ടൊരു അവസരമാണ് റമദാനിലെ പകലിലെ നോമ്പ്. അതുകൊണ്ട് സാധാരണ എപ്പോഴും ആഴ്ചയിൽ നമുക്ക് നോമ്പ് സുന്നത്തുണ്ട്. മാസത്തിൽ എല്ലാ മാസവും അയ്യാമുൽ ബീദ്, അയ്യാമു സൂദ് എന്ന നിലയ്ക്ക് നോമ്പുകൾ മൂന്ന് ദിവസം നോമ്പ് പിടിക്കൽ സുന്നത്തുണ്ട്. 13, 14, 15 ദിവസങ്ങളും 27, 28, 29 ദിവസങ്ങളിലൊക്കെ നോമ്പ് പിടിക്കൽ സുന്നത്താണ് അറബി മാസം. അതേപോലെ എല്ലാ ആഴ്ചയിലും തിങ്കൾ, വ്യാഴം നോമ്പ് പിടിക്കൽ സുന്നത്താണ്. പ്രത്യേകമായ ചില മാസങ്ങളിൽ ചില പ്രത്യേകമായ ദിവസങ്ങളിൽ നോമ്പ് പിടിക്കൽ സുന്നത്തുണ്ട്. അതൊക്കെ പരമാവധി പിടിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതോടൊപ്പം നിർബന്ധമായി റമദാനിലൊരു മാസം അത് പിടിച്ചേ മതിയാവും. മുഅ്മിനാണോ, നമുക്ക് അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ പ്രവേശിക്കണോ, അള്ളാഹുവിൻ്റെ ലിഖാഇനെ കാണണോ, നാം അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന അള്ളാഹുവിൻ്റെ ഇഷ്ടജനങ്ങളിൽ പെട്ടവരാവണോ, നാം അള്ളാഹുവിന് വേണ്ടി നോമ്പ് പിടിക്കുക തന്നെ ചെയ്യണം. അള്ളാഹു നമുക്ക് അതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ. നോമ്പുകാർക്ക് അള്ളാഹു തആല വലിയ മഹത്വം നൽകിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഓരോന്നും നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹു നമുക്ക് നല്ല കാര്യങ്ങൾ ധാരാളം പറയാനും കേൾക്കാനും ജീവിതത്തിൽ പകർത്താനും തൗഫീക്ക് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.